മെർലിന നിന്നെ മെർലിന നിന്നൊരു കാര്യം പറയട്ടെ. തന്നോട് നിക്കാല്ലേ പറഞ്ഞേ? താന്ന് നിന്റെ ഒരു കാര്യം ഒന്ന് ഞാൻ പറഞ്ഞോട്ട്. എന്താ എന്താ ചോദിച്ചാൽ അങ്ങനെ പോയാ മെർലിനെ? എന്താ? ഞാൻ നിന്റെ അടുത്ത് എന്റെ കൂടെ എപ്പോഴും അങ്ങ് നിക്കാല്ല പറയണേ. ഒരു 5 മിനിറ്റ് നില്ല്. എന്തിന്? ഒരു കാര്യം പറയാല്ല അവനെ വേറെ തന്നെ. ഇവിടെ നിന്നാ ശരി, ഇങ്ങോട്ട് വന്ന് ഒന്ന് പാടോ. തന്നെ ഞാൻ ഇവിടെ ജീവിക്കാൻ വിളിക്കൊന്നുമല്ലല്ലോ. ഒന്ന് വന്ന് ഇവിടെ നിന്നൂടെ? എന്താ എന്ത് നോക്കണേ? ഒരു ബിസിനസ്സുകാരനെ കണ്ടപ്പോ കണ്ണങ്ങ് മഞ്ഞച്ചോ അല്ലേ? ഉണ്ടല്ലോടോ കാശും പണമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ. എന്നിട്ട് ഇനിയും വേണോ എനിക്ക്? ഇത്ര ആർത്തിയാ? ഒരു മനുഷ്യനായാലും ഇത്ര ആർത്തി പാടില്ല കേട്ടാ മെർലിനെ. എനിക്ക് ആർത്തിയാ. എനിക്ക് ഇനിയും വേണം. കാറും ലോറിയും പൈസ ഒക്കെ വേണം. ഒരു കോടീശ്വരനായ ഹസ്ബൻഡിനെ വേണം. നിന്നെ കൊണ്ടേ ഒന്നും നടക്കില്ല. നീ വെറൊരു ചീള് ചെക്കന. ഞാൻ നിന്നെ മനപ്പുറം തന്നെ തേച്ചതാ. ഒന്ന് പോയി തരുമോ? പോയി തരാൻ നിനക്കൊരു കാര്യം അറിയോ? നീ എന്നെ കളഞ്ഞിട്ട് പോയാലേ കേശുവിന് പുല്ല്. കേശുവിന് വീട്ടുപേരും പളപ്പും കാണിച്ചാൽ മാത്രം മതി. എന്റെ അമ്മൂമ്മയടുത്തെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞുണ്ടല്ലോ, അമ്മൂമ്മന്ന് വിളിച്ചാ മതി. പ്രൊഫസർ, ടീച്ചർ, പിന്നെ ലോയർ എന്ന് വേണ്ട, നിരന്ന് നിൽക്കും കേശുവിന്. അതുകൊണ്ട് എനിക്ക് നിന്റെ ആവശ്യമില്ല. ശരി, എന്നാ പിന്നെ അവരുടെ കൂടെ പൊക്കൂടെ? എന്നൊന്ന് വെറുതെ വിട്ടൂടെ നിനക്ക്? പിന്നെ വെറുതെ വിട്ടൂടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കേശു? നിന്നെ മനപ്പൂർവ്വം തന്നെ തേച്ചതാ. പിന്നെ അപ്പൊ താൻ ചതിക്കായിരുന്നല്ലേ? ഞാൻ ചതിപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാ. ചതിപ്പെടാതിരിക്കല്ലേ മെർലിനെ? കേശു, നിന്റെ ഈ വിളിയിലൊന്നും ഞാൻ വശമതി ആവില്ല. എനിക്ക് പോണം. നിന്റെ ഭാഷ പറഞ്ഞ എന്റെ ജീവിതം നിറം പിടിപ്പിക്കാൻ എനിക്ക് പോയേ പറ്റൂ. നീ അപ്പൊ നാടകീയമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയല്ലേ? നിന്റെ കൂടെ കൂടിയ പിന്നെ വന്നൊരു വൃത്തിയായിട്ട സ്വഭാവം. അത് ഡ്രാമ. അല്ല, നീ അടുക്കളയിൽ കിടന്ന് എന്തൊരു ഷോ കാണിച്ചേ? പറഞ്ഞ വാക്കിനെ വില വേണം. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നൊന്ന് വെറുതെ വിട്ടുതരോ? താനീ പറഞ്ഞൊക്കെ സീരിയസ് ആയിട്ടാണ്? അതെ. എന്നാ ഞാൻ സമ്മതിച്ച്. എന്ത്? ഞാൻ ഒരു ഓട്ടക്കാളനെയാണ് മെർലിനെ. എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ പ്രത്യേകിച്ച് വേറൊന്നും കാണൂല. പക്ഷെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ വലിയ ബിസിനസ്സുമാനും അല്ല. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ അച്ഛൻ എല്ലാം ഉണ്ടായിട്ടും എല്ലാം ത്യജിച്ച് ഇവിടെ വന്ന് സ്നേഹത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ഒന്നും ഇല്ലാത്തവനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് കാണുമല്ലോ. ആ ഒന്നും ഇല്ലാത്തവനെ വേറൊരാൾ സ്നേഹിച്ച ആ സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹമെന്ന്. അങ്ങനെയാണ് മെർലിനെ നിന്നെ ഞാൻ സ്നേഹിച്ചത്. സത്യം പറയാല്ല, പൊന്നു മെർലിനെ, സത്യമായിട്ട് നിന്നെ അത്ര ഞാൻ സ്നേഹിച്ചു പോയി. അതുകൊണ്ടാണ് ഇനി പറയണ, നീ ഒന്നും മനസ്സിലാക്ക്. നിനക്ക് തരാൻ വേറൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ എന്നെ തിരിച്ച് സ്നേഹിക്കില്ലെന്ന് മാത്രം പറയല്ലേ. നീ പോണെന്ന് പറയാതെ ഞാൻ ഇവിടെ നയിക്കൂല. ഞാൻ നിന്നെ അങ്ങനെ ഇട്ടിട്ട് പോവോ? നോക്ക്, നീ ലൈഫിൽ കുറച്ച് സീരിയസ് ആവാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചേ. സീരിയസ് ആവാനാ? ഒരു വാശിക്ക് നീ തന്ന എല്ലാ സാധനങ്ങളും ഞാൻ തിരിച്ചു തന്നു. പക്ഷെ നീ എനിക്ക് തന്ന മോതിരമില്ലേ, അത് തരാൻ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായില്ല. അതല്ല, നീ അത് തന്നപ്പോ അത് ഞാൻ നമ്മുടെ എൻഗേജ്മെന്റ് റിംഗ് ആയിട്ടാ കൺസിഡർ ചെയ്തത്. കേശു, അതാ നീ എന്റെ നൂരി മേടിച്ചേ. മര്യാദയ്ക്ക് അത് മേടിച്ച് എന്റെ വിരലിലിട്ട് തന്നോ? ഇല്ലെങ്കിൽ കേശു എന്റെ വീട്ടിൽ പോടാ. ശിവ, മക്കളെ, ചേട്ടനാണ്.
ആരോടും പറഞ്ഞു നാട്ടിക്കല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.